ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജാസി ഒരു വെറൈറ്റി ചെമ്മീൻ വട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനായി 1 കിലോ ചെമ്മീൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ചുവന്ന പരിപ്പ്, പിന്നെ ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, പെരിഞ്ചീരകം, കുരുമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. 10 തണ്ട് ചീരയില, ആവശ്യത്തിന് മല്ലിയില. ആദ്യം നമുക്ക് ചെമ്മീന് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ പരിപ്പും ആവശ്യത്തിന് വെള്ളവും കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പരിപ്പും ഇവിടെ വെന്ത് വന്നിട്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ മിക്സിയിലെടുത്ത് വെച്ച മസാലകളൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേവിച്ച ചെമ്മീനൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരിഞ്ഞു പോകാൻ പാടില്ല. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചീര അരിഞ്ഞതും മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവാന്ന് തോന്നിയാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് എനിക്ക് കറക്റ്റ് ഉപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് 2 സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. ഞാനതിന് നടുവിലൊരു ചെമ്മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതേ ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് സ്പൈസിയും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് എന്നെ അറിയിക്കണം. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.